ഹലോ, വെൽക്കം ബാക്ക് ടു ആമീസ് ക്രിയേഷൻ. അപ്പോൾ നമുക്കിന്ന് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിയിലുള്ള പറപ്പുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കൊന്ന് പോയാലോ. തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിയിൽ കീച്ചേരിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് പറപ്പുക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവം മീനമാസത്തിലാണ് ആഘോഷിക്കുന്നത്. തൃശ്ശൂർ, കുന്നംകുളം, ചാവക്കാട് എന്നീ താലൂക്കുകളിൽ ഉൾപ്പെടുന്ന 18 ദേവതകൾക്ക് ഭഗവതിയായി പറപ്പുക്കാവ് ഭഗവതി നിലകൊള്ളുന്നു. നാലമ്പലം, നമസ്കാര മണ്ഡപം, കൊടിമരം, ഉപദേവതകളുടെ ശ്രീകോവിലുകൾ എന്നിവയുള്ള പരമ്പരാഗത കേരള ശൈലിയിലാണ് അമ്പലം പണികഴിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവതിയാണ്. ദുർഗ, ബ്രഹ്മരക്ഷസ്, നാഗങ്ങൾ, ദണ്ഡൻ, കിരാതമൂർത്തി, വിഷ്ണുമായ സ്വാമി, മുത്തപ്പൻ, താഴത്തേക്കാവ് ഭഗവതി എന്നിവരാണ് മറ്റു പ്രതിഷ്ഠകൾ. അമ്പലത്തിനോട് ചേർന്നുള്ള അമ്പലക്കുളത്തിൽ നിറയെ ആമകളും മീനുകളും ഉണ്ടായിരുന്നു. കേച്ചേരി ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് 300 മീറ്റർ സഞ്ചരിച്ചാൽ വലതുവശത്തെ റോഡിലൂടെ 200 മീറ്റർ ഇടത്തോട്ട് പോയാൽ ക്ഷേത്രവും ക്ഷേത്രമൈതാനവും കാണാം. ഫെബ്രുവരി, മാർച്ച് മാസം മുതൽ അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള പറകൾ വിവിധ ദേശങ്ങളിലേക്ക് എത്താറുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തേക്കും അമ്പലത്തിലെ പറ വരാറുണ്ട്. പറയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പറ വീടിനകത്താണ് വയ്ക്കാറുള്ളത്. മറ്റു പറകൾക്കെല്ലാം നമ്മൾ തന്നെ അണിയുമ്പോൾ പറപ്പുക്കാവിലെ പറ അവരുടെ പരിചാരകർ തന്നെയാണ് വീട്ടിൽ അണിയാറുള്ളത്. ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സർപ്പക്കാവാണ് അമ്പലത്തിനുള്ളത്. മണിനാഗം, മഞ്ജനമണിനാഗം എന്നീ വിവിധ നാഗങ്ങളും അമ്പലത്തിലെ പ്രതിഷ്ഠകളാണ്. ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൽമരവും ഊട്ടുപുരയുമെല്ലാം അമ്പലത്തിന്റെ സവിശേഷതകളാണ്. പഞ്ചവാദ്യമേളം, പാണ്ടിമേളം, അലങ്കരിച്ച ആനകൾ എന്നിവ ഉൾപ്പെടുന്ന ഉത്സവം ഈ ക്ഷേത്രത്തിലെ വളരെയധികം പ്രശസ്തിയേറിയ ഒന്നാണ്. കേരളത്തിലെ പരമ്പരാഗത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അവിടുത്തെ വെടിക്കെട്ടും ആനപ്പൂരവും പറയുമാണ്.